അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കമല ഹാരിസ് ഒരു സഖാവാണോ? കോമ്രേഡ് എന്നൊക്കെ വിളിച്ചാണ് റിപ്പബ്ലിക്കുകാർ അവരെ ആക്ഷേപിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ കമല ഹാരിസിന് അവരുടെ മെൻറ്ററായിരുന്ന സാൻ ഫ്രാൻസിസ്കോയിലെ മേയറുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഉപയോഗിച്ചാണോ ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയർന്ന് അറ്റോർണറി ജനറലും പിന്നീട് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായത്? എതിർ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഒരു സ്ത്രീ ലംബടനാണോ? അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ന്യൂയോർക്കിലെ പ്രശസ്തിയായ എഴുത്തുകാരി കരോൾ നൽകിയ മാനനഷ്ടക്കേസിൽ കോടാനുകോടി രൂപയാണ് ട്രംപിനെതിരെ കോടതി വിധിച്ചിരിക്കുന്നത്. വേറെ 10-30 യുവതികൾ നൽകിയ പരാതികളുമുണ്ട്. ഈ പരാതികളും ആക്ഷേപങ്ങളുമൊക്കെ ഇപ്പോൾ ജനമധ്യത്തിൽ തുറന്ന അധ്യായമായി മാറുകയും തുറന്ന ചർച്ചാവിഷയമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വച്ചാൽ ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന, ലോകത്തിൻ്റെ പോലീസുകാരൻ എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇത്തരം നിസ്സാര വിഷയങ്ങളിൽ കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് സംശയം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിൽ അന്തർധാരകളായി, അടിയൊഴുക്കുകളായി ഇത്തരം ചർച്ചകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കമല ഹാരിസിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും, അവർ കറുത്ത വംശജക്കാരിയാണോ, ഇന്ത്യൻ വംശജക്കാരിയാണോ തുടങ്ങിയ ചോദ്യശരങ്ങൾ ഉയർന്നു വരുന്നു. അമേരിക്കയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റ്, ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകളും വളരെ സജീവമാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു കറുത്ത വംശജയായ വനിതയായ ഒരു ആൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ എത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഹിലാരി ക്ലിൻ്റൺ കഴിഞ്ഞ തവണ വിജയത്തിനടുത്തെത്തിയതാണ്. അവർ ഒരുപക്ഷെങ്കിൽ ജയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവർ അമേരിക്കയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാകുമായിരുന്നു. പക്ഷേ ആ സാധ്യതകൾ തള്ളിപ്പോകുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. അതായത് അമേരിക്കക്കാർ ഒരു വനിതയെ അവരുടെ പ്രസിഡൻ്റായി സ്വീകരിക്കാൻ ഇനിയും പ്രബുദ്ധരായിട്ടില്ല, അതിനായി അവർ ഉണർന്നു കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്ന് വ്യക്തമാക്കപ്പെട്ടത്. ആ ചരിത്രം ഇത്തവണ തിരുത്തിക്കുറിക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ഉപരിപ്ലവമായ വിഷയങ്ങൾക്കൊപ്പം ഒരുപക്ഷേ അതിനേക്കാൾ ഉപരിയായി കാതലായ പ്രശ്നങ്ങളും അമേരിക്കൻ ജനത ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇരു പാർട്ടികളും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് തങ്ങളുടെ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിലപാടുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടതാണ്. അമേരിക്കൻ ജനത ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നാണ്യപ്പെരുപ്പം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയവയാണ്. നാണ്യപ്പെരുപ്പം സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വിലക്കയറ്റം ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നു. തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഉണ്ട് എങ്കിലും തൊഴിലാളികൾക്ക് ശമ്പള വർധനവില്ല എന്നുള്ളതാണ് പ്രശ്നം. വർഷങ്ങളായി നിലനിൽക്കുന്ന മിനിമം ശമ്പളം, അതിനകത്ത് യാതൊരു ഭേദഗതിയും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട വിഷയമാണ് കുടിയേറ്റം എന്നത്. അമേരിക്കയോട് അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ 2ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്, 3ാം സ്ഥാനത്ത് ചൈനയുണ്ട്. അനധികൃത കുടിയേറ്റവും വലിയ തോതിൽ നടന്നു വരുന്നു. ഇതിലും അതിർത്തി രാജ്യമായ മെക്സിക്കോയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വലിയ കൂറ്റൻ മതിലുകൾ കെട്ടിയും കൂടുതൽ പട്ടാളത്തെയും പോലീസിനെയും നിയോഗിച്ചും കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇതിന് മുൻകൈയെടുത്തത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നെങ്കിലും ഡെമോക്രാറ്റുകളും അതേ പാത പിന്തുടരുകയാണ് ചെയ്തത്. കുടിയേറ്റം സംബന്ധിച്ച് ഇരു പാർട്ടികൾക്കും ഉള്ള നിലപാടിൽ
കുറച്ച് വ്യത്യാസമുണ്ട്. റിപ്പബ്ലിക്കൻസ് കർശന നിലപാടെടുക്കുമ്പോൾ ഡെമോക്രാറ്റുകൾ കുറച്ചുകൂടി മയമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാർ അധികമാകുമ്പോൾ അത് തങ്ങളുടെ അവസരമാണ്, തങ്ങളുടെ തൊഴിലുകളാണ് തട്ടിത്തെറിപ്പിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ജനത കരുതുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ വിഭവം പങ്കിടുന്നത് കൊണ്ട് തങ്ങളാണ് കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് എന്നും ഇവർ പറയുന്നു. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ ഏറ്റവും ചൂടേറിയ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗർഭഛിദ്രം സംബന്ധിച്ചുള്ളതാണ്. 2022 സുപ്രീം കോടതി വിധിയാണ് ഇതിന് ഉപോദ്ബലകമായിട്ടുള്ളത്. ഈ വിധി അനുസരിച്ച് ഗർഭഛിദ്രം പാടില്ല. അമേരിക്കയിൽ അത് നിയമവിരുദ്ധമാണ്. ഇത് സംബന്ധിച്ച ഫെഡറൽ നിയമം ഭേദഗതി വരുത്തുകയും ഓരോ സംസ്ഥാനങ്ങൾക്കും അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമം പാസ്സാക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അത് മുതലെടുത്ത് പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് ഇതിൻ്റെ നിയമം ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഗർഭഛിദ്രം അനുവദിക്കുന്നുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ഗർഭഛിദ്രം പാടില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അന്തഃഛിദ്രം ഇത് സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടുമായി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ്, അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ, അവരെല്ലാവരും ഗർഭഛിദ്രത്തെ അനുകൂലിക്കുന്നവരാണ്. ഗർഭഛിദ്രം തങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് അവർ ഈ വിധിയെ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയും മത മേലധ്യക്ഷന്മാരും ക്രൈസ്തവ സഭയും, ജനസംഖ്യയുടെ 60% ക്രൈസ്തവരുള്ള ഒരു നാടാണിത്, അവരും ഗർഭഛിദ്രത്തെ എതിർക്കുന്നവരാണ്. അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് വലിയ ആഘാതമാണ് ഈ വിധി ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ 1973 മുതൽ ഒരു കോടതി വിധിയിലൂടെ ഗർഭഛിദ്രം നടത്താനുള്ള അവകാശം അമേരിക്കയിലെ വനിതകൾക്കുണ്ടായിരുന്നു. അത് നിയമവിധേയമായിരുന്നു. എന്നാൽ അതിന് വന്നിരിക്കുന്ന വലിയ മാറ്റമാണ് ഒരു വലിയ മൂവ്മെൻ്റായി അതിനെ മാറ്റിയെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് തന്നെ താൻ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ആദ്യം ഒപ്പുവെക്കുന്ന ഒരു ബില്ല് ഇത് സംബന്ധിച്ചായിരിക്കും, ഗർഭഛിദ്രത്തെ അനുകൂലിക്കുന്ന ഒരു ബില്ലായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഇക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ഇടയിൽ നടന്ന അഭിപ്രായ സർവേയിൽ കമലാ ഹാരിസ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിട്ട് നിൽക്കുന്നത് ഈ വിഷയത്തിൻ്റെ പേരിലാണ്. എന്തായാലും ഇതൊരു റഫറണ്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ അമേരിക്ക സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് പാരീസിൽ നടന്ന പാരീസ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കമലാ ഹാരിസും ഡെമോക്രാറ്റുകളും കാലാവസ്ഥാ വ്യതിയാനത്തിൽ അമേരിക്ക സ്തുത്യർഹമായ പങ്ക് വഹിക്കണമെന്നും നേതൃത്വം വഹിക്കണമെന്നും താൽപ്പര്യപ്പെടുന്നവരാണ്. അവർ ഹരിത എനർജിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഒരു ദേശത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ പ്രശ്നമല്ല, അത് ആഗോള സമൂഹത്തിൻ്റെ, ആഗോള രാജ്യങ്ങളുടെ, മാനവരാശിയുടെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നുള്ള ഡെമോക്രാറ്റുകളുടെ നിലപാടുകൾക്ക് പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്.